ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കണം എന്നാഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 17-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പദ്യവചനമാം ചീരത്താലെന്നെ പദ്യവചനമാം ചീരത്താലെന്നെ നിർമ്മലതോയം നിത്യം കുടിപ്പിച്ച് നിർമ്മലതോയം നിത്യം കുടിപ്പിച്ച് പച്ചപ്പുൽശയ്യയിൽ കിടത്തിയിടുന്നെന്നെ പച്ചപ്പുൽശയ്യയിൽ കിടത്തിയിടുന്നെന്നെ തേടി വന്നു ദോഷിയാമെന്നെയും നാഥ തേടി വന്നു ദോഷിയാമെന്നെയും നാഥ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദിനംതോറും ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനം നീ ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. നിർമ്മലമായ വചനത്തെ കുടിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് മായമില്ലാതെ ഞങ്ങളുടെ ഉള്ളിലേക്ക് തരുവാൻ ദൈവമേ, നിൻ്റെ ആത്മാവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന് ഞങ്ങൾ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ നീ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണം. അവിടുത്തെ ശബ്ദം മാത്രം ഞങ്ങളെ കേൾപ്പിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. 101-ാമത്തെ കൺവെൻഷൻ കൂട്ടായ്മയിലാണ് നാം ചേർന്ന് വന്നിരിക്കുന്നത്. ദൈവവചനം കഴിഞ്ഞ 100 വർഷക്കാലം ഈ പ്രദേശത്ത് പല ദൈവദാസന്മാരാൽ പ്രസംഗിക്കപ്പെട്ടു എന്നുള്ളത് നാം എല്ലാവരും നന്ദിയോടെ ഓർക്കേണ്ടതാണ്. ഇന്നും നാം ദൈവവചനത്തിൻ്റെ മുൻപിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇന്ന് കർത്താവിന് നമ്മോട് പറയാനായിട്ടുള്ളത്? ദൈവമേ, നീ അത് എന്നോട് പറയണമേ എന്ന് നാം എല്ലാവരും ഹൃദയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് എന്നോട് പറയാനുള്ളത് നീ എന്നോട് പറയണമേ. അങ്ങനെയെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് മാർക്ക് ഓർ മാസ്ക് എന്നുള്ളതാണ്. അടയാളമോ ആവരണമോ? എന്താണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും അണിയുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ എൻ്റെ ശരീരത്തിൽ കർത്താവിൻ്റെ ചൂടടയാളം ധരിക്കുന്നു. ഈ വേദഭാഗം ശ്രദ്ധയോടെ നമ്മൾ വായിക്കുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ഈ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കത്തിന്റെ അല്ലെങ്കിൽ ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഗലാത്യയിൽ 2 വിഭാഗത്തിലുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായി. ഇതിലൊന്ന് ക്രിസ്തുവിനെ വിശ്വസിച്ച് അവനെ അനുഗമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവർ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് യഹൂദ ക്രിസ്ത്യാനികളാണ്. അവർക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ യഹൂദ മതത്തിൻ്റെ ചിട്ടകളും പ്രമാണങ്ങളും പാലിക്കണം എന്നാഗ്രഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ചവരെല്ലാം പരിച്ഛേദന ഏൽക്കണമെന്നവർ നിർബന്ധം പിടിച്ചു. അങ്ങനെ ഒരു വിഭാഗീയത നിലനിന്ന സാഹചര്യത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ
ഈ ലേഖനത്തിലൂടെ അവരോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുന്നതായ കാര്യങ്ങൾ ഈ വിഭാഗീയതയുടെ നടുവിൽ നാം എന്ത് ധരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒന്നുകിൽ നമുക്ക് അടയാളം ധരിക്കാം, അല്ലെങ്കിൽ മൂടുപടം ധരിക്കാം. ഒന്നുകിൽ നമുക്ക് ആവരണം ഇടാം, അല്ലെങ്കിൽ അടയാളത്തോടെ ജീവിക്കാം. ഏതു വേണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അവരോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, either you can wear a mask or a mark. ഇത് രണ്ടും നാം ഇന്ന് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട വിഷയങ്ങളാണ്. നാം ഇന്ന് വായിച്ച് ആരംഭിച്ചതായ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നത് വലിയ അക്ഷരത്തിലാണ്. അതിനെക്കുറിച്ച് വേദപഠിതാക്കൾ പലവിധമായ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. ചിലർ പറയുന്നു, പൗലോസ് അപ്പോസ്തലന് പ്രായം വർദ്ധിച്ചപ്പോ കണ്ണിന് ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ അക്ഷരത്തിലാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത് എന്നാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ അത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്നതിന് കാരണം, പല ലേഖനങ്ങളും പൗലോസിനു വേണ്ടി പല ആളുകളാൽ എഴുതപ്പെട്ടു എന്നുള്ളത്. പക്ഷെ ഇവിടെ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, ഇത് ഞാൻ സ്വന്തം കൈയാൽ വലിയ അക്ഷരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ഒരു ചിന്ത, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞതും എഴുതിയതും എഴുതിച്ചതും എല്ലാം ഉണ്ട്, എന്നാൽ ഇനി ഞാൻ പറയുന്ന കാര്യം വലിയ അക്ഷരത്തിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ ഞാൻ പറയാനായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വേദഭാഗത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ഒരു ക്രിസ്ത്യാനിയായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോ what are we carrying on our bodies? എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വഹിക്കുന്നത് എന്താണ്? ഒന്നുകിൽ ആവരണമിടാം, മൂടുപടമിടാം, അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ ചൂടടയാളം ധരിക്കാം. ക്രിസ്തുവിന്റെ ചൂടടയാളം ധരിക്കാം. ഏതു വേണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കോവിഡ് കാലം മുതൽ ഈ കാലത്തെ അറിയപ്പെടാനായി പോകുന്നത് ദിസ് ഇസ് ആൻ ഈറ ഓഫ് മാസ്ക്സ് എന്നാണ്, മൂടുപടങ്ങളുടെ കാലഘട്ടം എന്നാണ്. കോവിഡ് കാലത്ത് നാം എല്ലാവരും മുഖം മൂടി അണിഞ്ഞ് നടന്നവരാണ്. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ മുഖം നോക്കി മനുഷ്യരെ തിരിച്ചറിയുന്ന കാലം കഴിയുന്നു എന്നാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമ്മളോട് പറയുന്നത്. ഇത് ബയോമെട്രിക്സിന്റെ കാലമാണ്. മുഖം വേണമെന്നില്ല ആളെ തിരിച്ചറിയാൻ, കൈയായാലും മതി. അപ്പോൾ അത്തരത്തിൽ ആളുകളെ തിരിച്ചറിയുന്നതിൽ നിന്നും മൂടുപടങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്താണ് ഈ അടയാളങ്ങൾ, എന്തടയാളവുമായാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആവരണം എന്നുള്ളത് അത്ര മോശം കാര്യമാണെന്നുള്ള ചിന്തയിലല്ല ഞാൻ പറയുന്നത്. കാരണം ഭൂമിക്കൊരാവരണം ദൈവം തന്നായിരുന്നു. എന്താണ് ആവരണത്തിന്റെ പേര്? കുഞ്ഞുങ്ങൾക്കൊക്കെ പറയാം, ഓസോൺ ലെയർ എന്നാണ് അതിന്റെ പേര്. ഭൂമിക്ക് ദൈവം ഒരു ആവരണം കൊടുത്തു. എന്നാൽ മനുഷ്യന്റെ ഈ ഭൂമിയോടുള്ള നിലപാടുകൾ കാരണം മനുഷ്യൻ ഈ ഭൂമിയെ ചൂഷണം ചെയ്തപ്പോ ഈ ആവരണത്തിന് കേടുവന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നൽകിയതായ അത്തരം ഒരു ആവരണങ്ങൾ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന് നമുക്കറിയാം. മുഖം മൂടിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അത് പറയാതെ പോയാൽ അല്പം ദോഷമാണ്, മോശമാണെന്ന് എനിക്കറിയാം. കാരണം കോവിഡിന്റെ കാലത്ത് ദീർഘമണിക്കൂറുകൾ ഈ മുഖം മൂടി അണിഞ്ഞ് ഈ ലോകത്തിന് മാലാഖമാരായി പ്രവർത്തിച്ച ഡോക്ടർമാരെയും നഴ്സുമാരെയും നമുക്ക് മറക്കാൻ കഴിയില്ല. അവർ അണിഞ്ഞ മുഖം മൂടികൾ അതൊരു അടയാളമായിരുന്നു എന്ന് നമുക്കറിയാം. അനേക മണിക്കൂറുകൾ ICUവിന്റെ മുൻപിൽ നിന്ന്
മുഖം മൂടിയിട്ട് അവർ ഈ ലോകത്തിന്റെ മാലാഖമാരായി പ്രവർത്തിച്ചു എന്ന് നമുക്കെല്ലാം അറിയുന്നതായ കാര്യമാണ്. ദേ ആർ കോൾഡ് ദി ഏഞ്ചൽസ് ഓഫ് ഗോഡ്. അവരെ ദൈവത്തിന്റെ മാലാഖമാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആത്മീക ജീവിതത്തിൽ ഇത്തരം ആവരണങ്ങളോടെ ജീവിക്കുന്ന പല ആളുകളുണ്ട്. മുഖംമൂടികൾ അണിഞ്ഞ് ജീവിക്കുന്നതായ ആളുകളെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയാനായി ശ്രമിക്കുന്നത്. ഇവിടെ പറയുന്നത്, പരിച്ഛേദന എന്ന സുമുഖം മുഖം മൂടി അണിയുന്നതായ യഹൂദ ക്രിസ്ത്യാനികൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അവർ യേശുവിൻ്റെ അടയാളങ്ങളെക്കാൾ തങ്ങൾ ബാഹ്യമായി ചെയ്യുന്ന ചില കാര്യങ്ങളെ മുഖം മൂടികളായി സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നു, എന്താണ് ഗലാത്യയിലെ വിശ്വാസികളും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ എന്താണ് നമ്മുടെ ശരീരത്തിൽ വഹിക്കേണ്ടത്, ഏത് അടയാളമാണ് നാം ഇന്ന് ശരീരത്തിൽ വഹിക്കേണ്ടത്. വേദപുസ്തകത്തിൽ അടയാളങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ആദ്യത്തെ അടയാളം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഹാബേലിനെ കൊന്ന് പുറത്തേക്ക് വന്ന കായേനെ ദൈവം എതിരേറ്റു. അപ്പോൾ കായേൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ വലിയ പാപം ചെയ്തിരിക്കുന്നു, എന്നെ കാണുന്നവർ എന്നെ കൊന്നുകളയും. വേദഭാഗം പറയുന്നത് എന്താണെന്നറിയാമോ? യഹോവ കായീനൊരു അടയാളം വെച്ചു. യഹോവ കായീനൊരു അടയാളം വെച്ചു. എന്തായി അടയാളമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ പേരാണ് കൃപയുടെ അടയാളം. ഹല്ലേലൂയ. കായീനെ, നിന്നെ കൊല്ലാതിരിക്കാൻ ഞാൻ ഒരു അടയാളം തരാം. ആ അടയാളം നിന്റെ ജീവനെ സംരക്ഷിക്കുന്ന അടയാളമാണ്. വീണ്ടും നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ മറ്റൊരടയാളത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ആ അടയാളം? സംഹാരദൂതൻ കടന്നു വന്നപ്പോൾ ഇസ്രായേലിന്റെ ഭവനങ്ങളിൽ ഒരടയാളമുണ്ടായിരുന്നു. എന്താണ് അടയാളം? കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അടയാളപ്പെടുത്തിയ ഇസ്രായേലിയ ഭവനങ്ങൾ. സംഹാരദൂതൻ കടന്നു വന്നപ്പോ ഈ അടയാളം കണ്ട് ഇസ്രായേൽ ഭവനങ്ങളെ സംഹാരദൂതൻ മറികടന്നുപോയി. എന്താ സംഭവിച്ചത്? മിസ്രൈമ്യ ഭവനങ്ങളിൽ നിലവിളി ഉയർന്നപ്പോൾ ഇസ്രായേൽ ഭവനങ്ങളിൽ ഈ അടയാളം ഉള്ളതുകൊണ്ട് വലിയ സന്തോഷത്തിന്റെയും വിടുതലിന്റെയും ദിവസമായിരുന്നു. അന്ന് അവർ മിസ്രൈം വിട്ടുപോകാനായി തീരുമാനിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോ തോമസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ അടയാളം കണ്ടല്ലാതെ വിശ്വസിക്കില്ല. ഞാൻ അടയാളം കണ്ടല്ലാതെ വിശ്വസിക്കില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, കൈ അങ്ങോട്ട് കാട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് അടയാളം. എന്താ അടയാളം? എന്താണ് അടയാളം? ക്രൂശിതന്റെ അടയാളമാണ്. നീ ഇത് കണ്ട് വിശ്വസിക്കുക. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിലും ഇത്തരം അടയാളത്തെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം എല്ലാവരും മാമോദീസായിലൂടെ ഈ സഭയുടെ അംഗങ്ങളായവരാണ്. എന്താണ് മാമോദീസായിൽ ചെയ്യുന്ന ഒരു കാര്യം? നമ്മുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടും എന്നുള്ളതാണ്. എന്താണ് ആ അടയാളം? ക്രൂശിന്റെ അടയാളമാണ്. വിശുദ്ധ മൂറോൻ കൊണ്ട് നമ്മുടെ നെറ്റിയിലും നമ്മുടെ ശരീരത്തിലും വരയ്ക്കുന്ന ഒരു അടയാളമുണ്ട്. അത് ക്രൂശിന്റെ അടയാളമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അടയാളത്തെ നാം ഇന്ന് പേറുന്നവരാണോ? ഈ അടയാളത്തെ നാം ഇന്ന് പേറുന്നവരാണോ? അതോ മുഖം മൂടിയിട്ടതിനെ മറയ്ക്കുന്നവരാണോ? മുഖം മൂടികൾ കൊണ്ടതിനെ മറയ്ക്കുന്നവരാണോ? അതോ അടയാളങ്ങൾ കൊണ്ട് യേശുവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവരാണോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഐ ക്യാരി ദ മാർക്ക് ഓഫ് ജീസസ് ഇൻ മൈ ബോഡി. എൻ്റെ ശരീരത്തിൽ ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം ധരിക്കുകയാണ്. കേൾക്കുന്ന ദൈവമക്കളെ, ഈ ചോദ്യം നമ്മുടെ എല്ലാവരോടുമാണ്. നാം എന്താണ് ഇന്ന് നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നത്? Is it a mask or a mark?
അതൊരു മൂടുപടമാണോ, ഒരാവരണമാണോ, അതോ ഒരടയാളമാണോ? ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് മൂടുപടമിട്ടവരെ കുറിച്ചാണ്. മൂടുപടമിട്ടവരെന്താ ചെയ്യുക? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഗലാത്യ വിശ്വാസികളിൽ ഒരു കൂട്ടം ആളുകൾ പരിച്ഛേദന എന്ന മൂടുപടമിട്ടുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്ന് അഭിനയിക്കുകയാണ്. അവർ ചെയ്യുന്നത് എന്താണ്? അതിനെക്കുറിച്ചാണ് ആദ്യത്തെ വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഒന്ന്, അവരെക്കുറിച്ച് 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം നാം വായിക്കുന്നു, ദേ ആർ സെൽഫ് ബോസ്റ്റേഴ്സ്. അവർ സ്വയം പ്രശംസിക്കുന്നവരാണ്. അവർ സ്വയം പ്രശംസിക്കുന്നവരാണ്. 12-ാം വാക്യം പറയുന്നു, അവർ മനുഷ്യരുടെ മതിപ്പ് ആഗ്രഹിക്കുന്നവരാണ്. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരാണ്. അവർ സ്വയമായി പ്രശംസിക്കുന്നവരാണ്. ഈ കാലഘട്ടത്തിന് വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് കേട്ടോ, തള്ളുകളുടെ കാലം എന്നാണ് വിളിക്കുന്നത്. തള്ളുകളുടെ കാലം. ചില സ്വാഗത പ്രസംഗങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, തള്ളിക്ക് ഊഞ്ഞാലാട്ടരുത്, തള്ളി മറിച്ച് കളയും. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അവര് പറയും എസ് പി വരുന്നെന്ന് പറയും. സ്വയം പുകഴ്ത്തൽ, സ്വയം പുകഴ്ത്തൽ. സ്വയം പ്രശംസിക്കുന്ന ആളുകൾ തള്ളി മറിച്ച് കളയും. മൂടുപടമിടുന്നവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവർ സ്വയം പ്രശംസിക്കുന്നവരാണ്. അവർക്ക് പ്രശംസിക്കാൻ, സ്വയം പരിച്ഛേദന ഏറ്റു എന്നതിൽ അവർ പ്രശംസിക്കുകയാണ്. യേശുവിന് വേണ്ടി അടയാളം ധരിക്കേണ്ടവർ മൂടുപടം, പരിച്ഛേദന എന്ന മൂടുപടമിട്ട് നടക്കുന്നവരാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് 3 കാര്യങ്ങളാണ് എല്ലാവർക്കും വേണ്ടത്. 1 പേര്, 2 പടം, 3 പീഠം. ഇത് 3 ഉണ്ടെങ്കിൽ കാര്യമായി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ കുറേയധികം ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലത്തായിരുന്നത്. പക്ഷെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും പുറകിലും ബാക്കിയുള്ളവരെല്ലാം മുമ്പിലുമായി. സ്വയം പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നവർ. സോഷ്യൽ മീഡിയ ഇന്ന് പലരും ഉപയോഗിക്കുന്നത് ഈ എസ്പിക്ക, സ്വയം പുകഴ്ത്തലിന് വേണ്ടിയാണ്. പൗലോസ് പറയുന്നു, മൂടുപടം അണിയുന്നവർ അവർ സ്വയമായി പ്രശംസിക്കുന്നവരാണ്. ദി മാസ്ക് ഓഫ് ബോസ്റ്റിംഗ്. പ്രശംസ എന്ന് പറയുന്ന മൂടുപടം അണിഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ. കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും യേശു കർത്താവ് പറഞ്ഞതൊന്നും ചെയ്യാത്തവരാണ്. കർത്താവ് പറഞ്ഞു, നീ നിന്റെ ഇടം കൈ ചെയ്യുന്നത് അറിയരുത്. നമ്മുടെ പേരറിയാൻ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് 4 പേർ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ. കർത്താവ് പറഞ്ഞു, പ്രതിഫലം കിട്ടിപ്പോയി, ഇനി പ്രതിഫലമില്ല. ഇവിടെ പ്രതിഫലം കിട്ടിയാൽ പിന്നെ പ്രതിഫലമില്ല. പേരിനു വേണ്ടി, പടത്തിനു വേണ്ടി, പീഠത്തിനു വേണ്ടി ഓടി നടക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുപാടും. അതെല്ലായിടത്തുമുണ്ട്. മതങ്ങളിലുമുണ്ട്, രാഷ്ട്രീയത്തിലുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. സ്വയം പ്രശംസ ആഗ്രഹിക്കുന്നവർ. പൗലോസ് പറയുന്നു, ഈ മൂടുപടമിട്ട് നടക്കുന്നവർ they wear the mask of boasting. അവർ സ്വയം പ്രശംസിക്കുന്നവരാണ്. രണ്ടാമത്തെ അപകടം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്നവരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, they are compromisers. അവർ ഒത്തുതീർപ്പ് നടത്തുന്നവരാണ്. ഒത്തുതീർപ്പെന്ന് പറഞ്ഞാൽ 2 വിഭാഗങ്ങൾ ചേർന്ന് വന്ന് ചില ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ജീവിതത്തിൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നവർ. നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നവർ. അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്ന് വിശ്വസിക്കുന്നവർ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ കർമ്മേൽ പർവ്വതത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾക്ക് ബാലിനെ ആരാധിക്കാം, അല്ലെങ്കിൽ
യഹോവയെ ആരാധിക്കാം. 2 തോണിയിൽ കാൽ വയ്ക്കരുത്. 2 തോണിയിൽ കാൽ വയ്ക്കരുത്. 2 തോണിയിൽ കാൽ വെച്ചാൽ വീണുപോകും, ഉറപ്പാണ്. 2 തോണിയിൽ കാൽ വയ്ക്കരുത്. അതിലെയും ആകാം ഇതിലെയും ആകാമെന്ന് നാം വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഒത്തുതീർപ്പുണ്ടാക്കി ജീവിക്കാനായി ആഗ്രഹിക്കുന്നവർ. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ലവോദിക്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? ഒന്നുകിൽ ഉഷ്ണവാനാകണം, അല്ലെങ്കിൽ ശീതവാനാകണം. ശീതോഷ്ണവാനാകരുത്. വഴുകപ്പരുവം എന്ന് പറയും. അങ്ങോട്ടുമാകാം ഇങ്ങോട്ടുമാകാം. നിലപാടുകളില്ല. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിനിടയിലൊന്നും ഇല്ല ദൈവമക്കളെ. മൂടുപടമണിയുന്നവർ they are compromisers. അവർ ഒത്തുതീർപ്പിന് തയ്യാറായിട്ടുള്ളവരാണ്. ഏതു വഴിയിലൂടെയും കാര്യങ്ങൾ നേടിയെടുക്കാൻ ഓടി നടക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. സത്യം എന്താ, നീതി എന്താ എന്ന് തിരിച്ചറിയാതെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ക്രൂശ് വഹിക്കുന്നതിൽ നിന്നും ഒഴിവായി പോകാൻ ആഗ്രഹിക്കുന്നവർ, ക്രൂശ് വഹിക്കുന്നതിൽ നിന്നും ഒഴിവായി പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ പ്രശംസിക്കുന്ന ആളുകൾ, മൂടുപടമിട്ട ആളുകൾ, അവർ ക്രൂശിനെ ഒഴിവാക്കുന്നവരാണ്. കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ പേര് ദ വേ ഓഫ് ദ ക്രോസ് എന്നാണ്. അത് ക്രൂശിൻ്റെ വഴിയാണ്. ക്രൂശിൻ്റെ വഴിയാണ്. മാത്യു ദാനിയേൽ അച്ഛൻ എഴുതിയ മനോഹരമായ പുസ്തകത്തിൻ്റെ പേര് ക്രൂശിലേക്ക് ഇനി എത്ര ദൂരം എന്നാണ്. ക്രൂശിലേക്ക് ഇനി എത്ര ദൂരം. എല്ലാ ദിവസവും രാവിലെയും ഞാനും നിങ്ങളുമൊക്കെ എഴുന്നേറ്റിരുന്ന് ദൈവത്തോടൊന്ന് ചോദിക്കണം, കർത്താവേ, ഇനി ഞാൻ എത്ര നടന്നാൽ ആ കാൽവറിയുടെ അറ്റത്ത് എത്തിച്ചേരും? ക്രൂശിലേക്ക് ഇനി എത്ര ദൂരം. ഒത്തുതീർപ്പുണ്ടാക്കാനല്ല, ഒത്തുതീർപ്പുണ്ടാക്കാനല്ല. ഞാനൊരു കാർട്ടൂൺ കണ്ടത് ഓർക്കുകയാണ്. ക്രൂശ് വഹിച്ചുകൊണ്ട് കുറേയധികം ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എല്ലാവരുടെ തോളിലും ഒരു കുരിശുണ്ട്. കുറെ ദൂരം സഞ്ചരിച്ചു. ക്രൂശിന് ഭാരം കൂടി വന്നു. ഒരു മനുഷ്യൻ തീരുമാനിച്ചു, അല്പം അങ്ങ് മുറിച്ചു കളഞ്ഞേക്കാം. അദ്ദേഹം ക്രൂശിന്റെ അറ്റം അല്പം മുറിച്ചു കളഞ്ഞു. വീണ്ടും മുൻപോട്ട് പോയി. ക്രൂശിന് പിന്നെയും ഭാരം കൂടി. അദ്ദേഹം ചിന്തിച്ചു, കുറച്ചുകൂടെ മുറിച്ചു കളഞ്ഞേക്കാം. വീണ്ടും ക്രൂശിന്റെ നീളം വീണ്ടും കുറച്ചു. ആ കാർട്ടൂൺ അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: അവർ ഈ ക്രൂശുമായി പോയത് പരദേശവാസം ലക്ഷ്യമാക്കിയാണ്, പറുദീസ ലക്ഷ്യമാക്കിയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ പറുദീസയിലേക്ക് കടക്കണമെങ്കിൽ ഈ ക്രൂശ് വെച്ച് ഒരു വലിയ വിടവ് നികത്തേണ്ടി വന്നു. ക്രൂശ് മുറിക്കാത്തവരെല്ലാം അക്കരെ കടന്നപ്പോൾ ക്രൂശ് മുറിച്ചവന് അക്കരെ കടക്കാൻ കഴിഞ്ഞില്ല. നാം ഇന്ന് ക്രൂശ് മുറിച്ച് ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പൗലോസ് അപ്പോസ്തലനും അത് തന്നെ പറയുന്നു. ക്രൂശിനെ ഒഴിവാക്കി ജീവിതത്തിൽ ഒത്തുതീർപ്പ് ചെയ്യുന്ന ക്രിസ്ത്യാനികൾ. ക്രൂശിനെ ഒഴിവാക്കിയിട്ട് ക്രിസ്തീയ ജീവിതം സാധ്യമല്ല ദൈവമക്കളെ. ക്രൂശിനെ ഒഴിവാക്കിയിട്ട് ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. എന്താണ് ക്രൂശ്? വളരെ ലഘുവായി അതിനെ പറയാനായി ശ്രമിച്ചാൽ, കുരിശെന്ന് പറയുന്നത് അപരനു വേണ്ടി നാം തിരഞ്ഞെടുക്കുന്ന കഷ്ടതകളാണ്. അപരനു വേണ്ടി നാം തിരഞ്ഞെടുക്കുന്ന കഷ്ടതയുടെ പേരാണ് കുരിശ്. The suffering that we opt for the other, അതിൻ്റെ പേരാണ് കുരിശ്. യേശു അത് തെരഞ്ഞെടുത്തതാണ്. യേശു അത് തെരഞ്ഞെടുത്തത് കൊണ്ടാണ് കാൽവറിയിലേക്ക് പോകേണ്ടി വന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇന്ന് ക്രൂശിനെ ഒഴിവാക്കി ഒത്തുതീർപ്പ് നടത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ക്രൂശ് ആവശ്യമില്ല, എങ്ങനെയെങ്കിലും അക്കരെ പോണമെന്ന ആവശ്യം. വേദപുസ്തകം പറയുന്നു സാധ്യമല്ല. ക്രൂശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നാം അക്കരെ എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. മൂന്നാമതായി പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, മുഖംമൂടി അണിയുന്ന ആളുകൾ ദേ ആർ പെർസ്വാഡേഴ്സ് എന്നാണ്. അവർ വശീകരിക്കുന്നവരാണ്, അവർ നിർബന്ധിക്കുന്നവരാണ്. ദേ ഹാഡ് സെയിൽ സ്റ്റോക്ക് എന്നാ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ അടുക്കൽ സാധനങ്ങളൊക്കെ വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ,
നമ്മെ കൊണ്ടൊരു പോളിസി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരും കള്ളം പറയുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വാക്ചാതുര്യം കൊണ്ട് നമ്മളെ അതിലേക്ക് നയിക്കാനായി സാധിക്കും. അപ്പോൾ ഈ മൂടുപടം അണിഞ്ഞു നടക്കുന്ന ആളുകൾ ഇവിടെ ചെയ്യുന്നത് യഥാർത്ഥമായി കർത്താവിനെ അനുകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെയും പരിച്ഛേദന പോലെയുള്ള ചില കർമ്മങ്ങൾ ചെയ്ത് ക്രിസ്ത്യാനികളായി ജീവിക്കാം എന്നുള്ളതിലേക്ക് അവരെ വശീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന് ജീവിക്കുന്നത് സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെ കാലഘട്ടത്തിലാണ്. ദി പ്രോസ്പെരിറ്റി ഗോസ്പൽ വശീകരിക്കുന്നതാണ് ദൈവമക്കളെ, മറന്നു പോകരുത്. പ്രോസ്പെരിറ്റി ഗോസ്പൽ, യേശുവിനെ അനുഗമിച്ചാൽ മതി, പിന്നെ എല്ലാം ശരിയായിക്കോളും എന്ന് പഠിപ്പിക്കുന്ന സമൃദ്ധിയുടെ സുവിശേഷം. അങ്ങനെ ഒരു സുവിശേഷം വേദപുസ്തകത്തിലില്ല. എന്നാൽ അത്തരം സുവിശേഷങ്ങൾ പറഞ്ഞ് വിശ്വാസത്തിൽ നിന്നും നമ്മെ തെറ്റിക്കുന്ന ദുരുപദേശങ്ങളുടെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെയുള്ളവരാണ് ഇന്നലെ രാത്രിയിൽ കർത്താവ് എന്നോട് സംസാരിച്ചു, ഞാനത് റെക്കോർഡ് ചെയ്തു, നിങ്ങളെ കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അവർ വശീകരിക്കുന്നവരാണ്. എന്തിലേക്ക്? ക്രൂശിനെ ഒഴിവാക്കി മൂടുപടം ധരിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കാം എന്നാഗ്രഹിക്കുന്നവരാണത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അങ്ങനെയുള്ളവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മെ വശീകരിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നാലാമതായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ മൂടുപടത്തിന്റെ ആത്മീയത കൊണ്ട് നടക്കുന്ന ആളുകൾ, they are hypocrites. അവർ കപടഭക്തിയുള്ളവരാണ്. ഒന്ന് പറയുന്നു, മറ്റൊന്ന് ചെയ്യുന്നു. അവർ കപടഭക്തിയുള്ളവരാണ്. ക്രിസ്ത്യാനി എന്ന് പറയുകയും പരിച്ഛേദനയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവർ, ക്രിസ്ത്യാനി എന്ന് പറയുകയും പരിച്ഛേദന ഏറ്റതിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവർ, അവരുടെ പ്രശംസ സ്വന്തം ചെയ്തികളിലും നേട്ടങ്ങളിലുമാണ്. അവർ പ്രശംസിക്കുന്നത് സ്വയമായി അവർ ചെയ്തു കൂട്ടിയതായ കർമ്മങ്ങളെ കുറിച്ചാണ്. ദേ ആർ ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തിയുള്ളവരാണ്. യേശു കർത്താവ് കപടഭക്തിക്കാരെ എന്ന് വിളിച്ചവർ വേദപുസ്തകത്തിലുണ്ട്. അത് പരീശന്മാരാണ്. എന്താ കാര്യം? അവർ ഒന്ന് വിശ്വസിക്കുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നവരാണ്. ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നവർ. ഞാൻ ഈ യുവജനങ്ങളുടെ മീറ്റിങ്ങിൽ പോകുമ്പോൾ അവരോട് ചോദിക്കും, വീട്ടിലും പള്ളിയിലും നാട്ടിലും സ്കൂളിലും എല്ലാം നമ്മൾ ഒരാളാണോ? അത് യുവജനങ്ങളോടല്ല, നമ്മളോട് എല്ലാവരോടും ചോദിക്കേണ്ടതാണ്. പള്ളിയിൽ പോയാലും വീട്ടിലായാലും മാർക്കറ്റിൽ പോയാലും ജോലി സ്ഥലത്ത് പോയാലും നമ്മൾ ഒരാൾ തന്നെയാണോ? അങ്ങനെയല്ലാത്തവരെ വിളിക്കുന്ന പേരാണ് കപടഭക്തിക്കാർ. സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, യുവജനങ്ങളൊക്കെ ഇന്ന് വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളത്. അതിനൊരു പ്രധാന കാരണമായി പല യൗവനക്കാരും പറയുന്നത്, ഇന്ന് പള്ളിയുടെ മുൻപിലിരിക്കുന്ന പലരുടെയും കപടഭക്തി കാരണമാണ് ഞങ്ങൾ പള്ളി വിട്ടു പോകുന്നത് എന്നാണ്. ജീവിതത്തിൽ ഒന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, കപടഭക്തിയോടെ ജീവിക്കുന്നവർ. ചില നാളുകൾക്ക് മുൻപ് സിനിമാ സംവിധായകനായ ശ്രീ ബ്ലസ്സിയുടെ അടുക്കൽ ഒരഭിമുഖത്തിനായി ഞങ്ങൾ പോയതാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് വല്ലാതെ വാചാലനായി, ഇത്തരം കപടഭക്തിയുള്ള അനുഭവങ്ങളെക്കുറിച്ച്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഞാനൊരു ആരാധനയിൽ പങ്കെടുക്കുകയാണ്. ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പള്ളി മിക്കവാറും നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ മുൻപിൽ അല്പം സ്ഥലമുണ്ട്, അതിനടുത്ത് ഒരു പ്രായമുള്ള സ്ത്രീ ഇരിക്കുന്നുമുണ്ട്. ഈ പ്രായമുള്ള സ്ത്രീ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റൊരു സ്ത്രീ പള്ളിയിലേക്ക് കയറി വരികയാണ്. അപ്പൊ ഈ ബ്ലസ്സി പറഞ്ഞു, ഈ പുറകിൽ നിന്ന് കയറി വരുന്ന സ്ത്രീയെ നോക്കിയിട്ട് ഈ മുൻപിലുള്ള സ്ത്രീ തൻ്റെ കയ്യിലിരുന്ന വേദപുസ്തകം എടുത്ത് ഈ സീറ്റിലോട്ട് വച്ചു എന്നാണ് പറഞ്ഞത്.
തൻ്റെ കയ്യിലുള്ള വേദപുസ്തകം എടുത്ത് സീറ്റിൽ വെച്ചു. ഇനി ആരും അവിടെ ഇരിക്കരുത്. അദ്ദേഹം പറഞ്ഞു, വേദപുസ്തകം കൊണ്ട് പോലും നമ്മുടെ അടുത്ത് ആരിരിക്കണം ഇരിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഭക്തിയുടെ പ്രകടനങ്ങളുള്ള കാലമാണിത്. ഒന്ന് വിശ്വസിക്കുകയും ഒന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക, ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്ത കപടഭക്തി വല്ലാതെ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മൂടുപടം അണിയുന്നവർ അവർ കപടഭക്തിയുള്ളവരാണ്. സ്വയമായി തങ്ങളെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ ഇഷ്ടമില്ലാത്തവർ. അവർ ഒന്ന് ചെയ്യുകയും ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മൂടുപടം അണിയുന്നവർ അവർ കപടഭക്തി ഉള്ളവരാണ്. പൗലോസ് അപ്പോസ്തലൻ ആദ്യത്തെ ഭാഗത്ത് നമ്മോട് പറയുന്ന ഈ 4 കാര്യങ്ങളാണ്. എന്താണ് ഈ മൂടുപടമിട്ട് നടക്കുന്നതായ ഗലാത്യയിലെ യഹൂദ ക്രിസ്ത്യാനികൾ? അവർ 4 കാര്യങ്ങൾ ചെയ്യുന്നു. 1, അവർ സ്വയം പ്രശംസിക്കുന്നവരാണ്. 2, അവർ ഒത്തുതീർപ്പ് നടത്തുന്നവരാണ്. 3, അവർ വശീകരിക്കുന്നവരാണ്. 4, അവർ കപടഭക്തി ഉള്ളവരാണ്. പിന്നീടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, യേശുവിനെ യഥാർത്ഥമായി അടയാളമായി ജീവിതത്തിൽ വഹിക്കുന്നവർ അവർ എന്താണ് ചെയ്യുന്നത്? Those who carry the mark of Christ. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്, ഞാൻ എൻ്റെ ശരീരത്തിൽ ചൂടടയാളം ധരിക്കുന്നവനാണ്. ക്രിസ്ത്യാനി മൂടുപടം അണിയുന്നവരല്ല, ക്രിസ്തുവിൻ്റെ അടയാളം പേറുന്നവരാണ്. ക്രിസ്ത്യാനികൾ മൂടുപടം അണിയുന്നവരല്ല, അടയാളങ്ങൾ പേറുന്നവരാണ്. ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ പേറുന്നവർ ആരാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ സന്ധ്യയിൽ ഈ വേദഭാഗത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും ആ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. ആർ വി ക്യാരിയിങ് മാസ്ക്സ് ഓർ മാർക്സ്? എന്താണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ വഹിക്കുന്നത്? മൂടുപടമോ അതോ അടയാളങ്ങളോ? ആവരണങ്ങളോ അതോ അടയാളങ്ങളോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തൻ്റെ തന്നെ ജീവിതത്തെ വെച്ചിട്ടാണ്, വേറെ ആരെക്കുറിച്ചുമല്ല പൗലോസ് പറയുന്നു. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അടയാളം ധരിക്കുമ്പോൾ എന്നിൽ നിങ്ങൾക്ക് ചിലത് കാണാം, എന്നിൽ നിങ്ങൾക്ക് ചിലത് കാണാം. പൗലോസ് പറയുന്നു, 1, ക്രിസ്തുവിൻ്റെ അടയാളം ധരിക്കുന്നവരുടെ പ്രശംസ എപ്പോഴും കർത്താവിൻ്റെ ക്രൂശിലാണ്. എപ്പോഴും അവരുടെ പ്രശംസ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശിലാണ്. എന്ത് ചെയ്താലും ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നവർ, സ്വയമായി പ്രശംസിക്കാൻ ആഗ്രഹമില്ലാത്തവർ. ഈ ലേഖനത്തിൽ 45 തവണ യേശുക്രിസ്തുവിന് വേണ്ടി, യേശുക്രിസ്തുവെന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ജീവിതത്തിൽ പ്രശംസിക്കാൻ ഒത്തിരിയുണ്ട് എന്ന് വിശ്വസിച്ച്, ജീവിതത്തിൽ താൻ വലിയത് നേടിയെന്ന് വിശ്വസിച്ച് ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് വന്ന പൗലോസ് അപ്പോസ്തലനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ആരാണ്? ഞാൻ പരീശലിൽ പരീശനാണ്, ഞാൻ എബ്രായനാണ്. ഞാൻ ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് വരുന്നത് ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്നവരെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ തകർത്തുകളയാൻ അധികാരപത്രവുമായി ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് വന്നവനാണ്. ഇന്ന് പൗലോസ് പറയുന്നു, എൻ്റെ പ്രശംസ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലാണ്. എൻ്റെ പ്രശംസ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലാണ്. ക്രൂശിൽ മാത്രം പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നവർ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ നമുക്ക് എന്താണ് പ്രശംസിക്കാനായിട്ടുള്ളത്? എന്താണ് നമുക്ക് പ്രശംസിക്കാനായിട്ടുള്ളത്? പലപ്പോഴും നമ്മുടെ പേരും പെരുമയും, നമ്മുടെ സമ്പത്തും, നാം നേടിയതും നാം ചെയ്തതുമെല്ലാം നാം പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു,
എനിക്കെന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവിൻ്റെ ക്രൂശിൽ മാത്രമാണ്. ഈ സന്ധ്യയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ക്രിസ്തുവിൻ്റെ അടയാളം ധരിക്കുന്നവരെങ്കിൽ നമ്മുടെ പ്രശംസ എവിടെയാണ്? ക്രൂശിലാണ്. എന്താണ് ക്രൂശിൻ്റെ പ്രശംസ? ക്രൂശിൻ്റെ പ്രശംസ എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ പ്രശംസിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലാണ്. ക്രൂശിൻ്റെ പ്രശംസ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഈ മെഴുകുതിരിയുടെയൊക്കെ ഉദാഹരണം പറയാറുണ്ട്. എന്തിനാണ് മെഴുകുതിരി കത്തിക്കുന്നത്? അതിൽ തന്നെ അതിനൊരർത്ഥമുണ്ട്. അത് ഉരുകി തീരുകയാണ്. ഉരുകി തീരുന്നത് പ്രകാശം പരത്തിക്കൊണ്ടാണ്. ക്രൂശിലാണ് എൻ്റെ പ്രശംസ. ആ പ്രശംസ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരുന്നതായ ജീവിതമാണ് പൗലോസ് അപ്പോസ്തലൻ പ്രശംസിക്കാനായിട്ടുള്ളത്. പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയതായ കഷ്ടതകളുടെ ചരിത്രം ലേഖനങ്ങളിൽ പലയിടത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണകരമായ അനുഭവങ്ങൾ എല്ലാം ക്രിസ്തുവിന് വേണ്ടി, ജീവിതത്തിൽ ചെയ്തതെല്ലാം ക്രിസ്തുവിന് വേണ്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, എനിക്ക് പ്രശംസിക്കാനായിട്ടുള്ളത് ക്രിസ്തുവിലാണ്. രണ്ടാമത് നമ്മൾ ഇവിടെ കാണുന്നത് യേശുവിൻ്റെ ചൂടടയാളം ധരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്, they are crucified for the world and the world is crucified to them. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അങ്ങനെ പറഞ്ഞാൽ? ഞാൻ ലോകത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകമോ, വേൾഡ് ഈസ് ക്രൂസിഫൈഡ് ടു ദം. ഇത് ഇറ്റ് ഈസ് എ പെർസ്പെക്റ്റീവ് ടു സീ ദ വേൾഡ് അറൗണ്ട് us through the lens of cross. ക്രൂശിലൂടെ ലോകത്തെ നോക്കിക്കാണുക. ഇത് നാം ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു ശൈലിയാണ്. ഈ ലോകത്തെ നോക്കിക്കാണാനുള്ള ലെൻസ് എന്ന് പറയുന്നത് ക്രോസാണ്, കുരിശാണ്. ആ കുരിശിലൂടെ ലോകത്തെ നോക്കിക്കാണാനായി എനിക്കും നിങ്ങൾക്കും സാധിക്കും. when we carry the mark of the cross. ക്രിസ്തുവിന്റെ ചൂടടയാളം നാം ധരിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വരുമെന്ന പൗലോസ് അപ്പോസ്തലൻ പറയും. നാം ഈ ലോകത്തെ നോക്കിക്കാണുന്നത് ക്രൂശിന്റെ ലെൻസിലൂടെയാണ്. ക്രൂശിന്റെ ലെൻസിലൂടെ നോക്കിക്കണ്ടാൽ ജീവിതത്തിന് വലിയ അർത്ഥമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജീവിതത്തെ ക്രൂശിന്റെ ലെൻസിലൂടെ നോക്കിക്കാണാനായി കഴിയണം. ക്രൂശിന്റെ ലെൻസിലൂടെ ഈ ലോകത്തെ നോക്കിക്കാണാനായി കഴിയണം. അത് ഒരു പ്രത്യേക ആത്മീകതയുടെ പ്രതീകമാണ്. ആത്മീകത എന്ന് പറയുന്നത് യേശു കർത്താവ് നമ്മുടെ മുൻപിൽ കാണിച്ചു തന്ന പാതയാ ദൈവമക്കളെ. അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവസാനിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകം നമ്മെ അടിമകളാക്കാൻ ശ്രമിക്കുമ്പോൾ ക്രൂശ് അതിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതാണ്. 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, the cross meant liberty from self, from flesh and from the world. ലോകത്തിൽ നിന്നും ജഡത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനായി ക്രൂശിന്റെ കാഴ്ചപ്പാട് നമ്മെ സഹായിക്കും. ഈ ലോകത്തെയും നമ്മുടെ ജീവിതത്തെയും ക്രൂശിന്റെ ലെൻസിലൂടെ നോക്കിക്കാണുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കാനായി നമുക്ക് സാധിക്കും. ഇറ്റ് ഈസ് ദ പവർ ടു വിൻ ഓവർ വാട്ട് ഈസ് എൻസ്ലേവിംഗ് us. നമ്മെ അടിമപ്പെടുത്തുന്നതിൽ നിന്നും അതിനെ ജയിക്കാനായി ഈ കാഴ്ചപ്പാട് നമ്മെ സഹായിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ഇന്ന് ആർ വി ഫ്രീ? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നാം സ്വതന്ത്രരാണോ? പലപ്പോഴും നമ്മൾ പറയും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. അത് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം 47 പ്രാപിച്ചു എന്ന് പറയും. ആത്മീയമായ സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആർ വി റിയലി ഫ്രീ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രൂശിന്റെ ലെൻസിലൂടെ ലോകത്തെ നോക്കിക്കാണുമ്പോൾ ലോകം നമ്മെ അടിമപ്പെടുത്തുന്നു എന്ന് തോന്നുന്ന മുഴുവൻ അടിമത്തങ്ങളിൽ നിന്നും വിടുതൽ സാധ്യമായി തീരും. പിന്നെ ഒന്നും നമ്മളെ അടിമപ്പെടുത്തത്തില്ല. ക്രൂശിന്റെ വിജയം എന്ന് പറയുന്നത്
മുഴുവൻ ദുഷ്ടശക്തികളും പരാജയപ്പെട്ടു പോയ ഇടമാണ് ക്രോസ്. അത് ക്രൂശിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്നു എന്നുള്ളത് കൊണ്ടല്ല, അവൻ ക്രൂശിൽ മരിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. അത് ഈ ലോകത്തെ വ്യത്യസ്തമായി നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അത് സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ അടയാളം ശരീരത്തിൽ ധരിക്കുന്നവർക്കാണ്. കേൾക്കുന്ന ദൈവമക്കളെ, എന്താണ് ഈ ലോകത്തിൽ നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നത്? ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം നേടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രശംസ ക്രൂശിലായിരിക്കണം. നമ്മൾ ധരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ചൂടടയാളമായിരിക്കണം. അവിടെ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുള്ളവരായി ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശുവിൻ്റെ അടയാളം ധരിക്കുന്നവർ ദേ ആർ എ ന്യൂ ക്രിയേഷൻ. അവരൊരു പുതിയ സൃഷ്ടിയാണ്. അവരൊരു പുതിയ സൃഷ്ടിയാണ്. ദേ ആർ എ ന്യൂ ക്രിയേഷൻ. യേശുവിൻ്റെ ശരീരമായ സഭ അതൊരു പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നത്, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തുവിലായി തീരുന്നവർ അവർ പുതിയ സൃഷ്ടിയായി തീരും. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ജനിക്കുന്നവരാണ്. എന്നാൽ ആത്മീയമായി നാം പുതുതായി ജനിക്കും. ക്രിസ്തുവിലുള്ള രക്ഷ അനുഭവിക്കുമ്പോൾ അത് ഓരോ ദിവസവും പുതുക്കപ്പെടുന്നതാണ്. എവറി ഡേ വി ആർ എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. നാം എല്ലാ ദിവസവും ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നവരാണ്. കേൾക്കുന്ന ദൈവമക്കളെ, മാനസാന്തരം എന്ന് പറയുന്ന വാക്ക് നമ്മൾ നിരന്തരം കേൾക്കുകയും പറയുകയും ചെയ്യുന്നവരാണ്. എന്താണ് മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം? മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പുതിയ സൃഷ്ടിയായി തീരുക എന്നുള്ളതാണ്. മാനസാന്തരപ്പെട്ടെങ്കിലും പുതിയ സൃഷ്ടിയായി തീരുന്നില്ല. ഇതൊരു കോൺട്രഡിക്ഷനാണ്, ഒരു വൈരുദ്ധ്യമാണ്. നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും പുതിയ സൃഷ്ടിയായി തീരുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ അടയാളം ധരിക്കുന്നവർ അവർ ഒരു പുതിയ സൃഷ്ടിയായി തീരും. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ, കാരണം നമ്മൾ പറയും നമ്മളെല്ലാവരും ഈഗോ ഉള്ളവരാണ്. ദി ഐ, ഞാൻ എന്ന ഭാവം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇനി എന്നിൽ അതില്ല. കാരണം എന്നിൽ ആരാ ഉള്ളത്? ക്രിസ്തുവാണ്. ഈഗോ എന്ന വാക്കിൻ്റെ അർത്ഥം എഡ്ജിങ് ഗോഡ് ഔട്ട് എന്നാണ്. ഈഗോ ദൈവത്തെ പുറത്താക്കി കളയുന്ന ഇടത്താണ് ഈഗോ സംഭവിക്കുന്നത്. പൗലോസ് പറയുന്നു, ഇനി ഞാൻ അങ്ങനെയല്ല, കാരണം ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടികൾ ഉണ്ടാകുന്ന വ്യത്യാസം പൗലോസ് അപ്പോസ്തലൻ തന്നെ നമുക്ക് കാണാം. കാരണം ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് വരുമ്പോൾ അവന്റെ ഭാഷ വ്യത്യസ്തമായിരുന്നു. അവിടെ പറയുന്നത് അവൻ കൊല നിശ്വസിച്ചു കൊണ്ടിരുന്നു എന്നാണ്. He was breathing murder. പൗലോസ് അപ്പോസ്തലൻ ദമസ്കോസിലേക്ക് വരുമ്പോൾ അവൻ കൊലപാതകം ശ്വസിച്ചുകൊണ്ട് വന്നെന്നാ അവിടെ എഴുതിയിരിക്കുന്നു. അങ്ങനെ വന്ന പൗലോസ് അപ്പോസ്തലൻ മടങ്ങിപ്പോകുമ്പോൾ, അനന്യാസിനാൽ സൗഖ്യം പ്രാപിച്ച് സഭയുടെ ശുശ്രൂഷകനായി തീരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. എ റാഡിക്കൽ ചേഞ്ച്, വിപ്ലവകരമായ ഒരു മാറ്റം. നാം ഇന്ന് മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോഴും അത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പുതിയ സൃഷ്ടിയായി തീരുമ്പോഴാണ് അത്തരം മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് എ റാഡിക്കൽ ചേഞ്ച്. അതൊരു വിപ്ലവകരമായ മാറ്റമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മാനസാന്തരം ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ സക്കായിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സക്കായിയുടെ ജീവിതത്തിൽ യേശു കർത്താവ് കടന്നു വന്ന് സക്കായിക്ക്
രക്ഷ സാധ്യമായി എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇന്ന് ഈ വീടിന് രക്ഷ വരും. അങ്ങനെ രക്ഷ വന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അവിടെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. Zacchaeus became a new creation. അവനൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. അതുകൊണ്ടാണ് സക്കായി പറയുന്നത്, ഇനി ഞാൻ അങ്ങോട്ട് ഇവിടെ മുതൽ ജീവിക്കുന്നത് ഇത്രകാലം ജീവിച്ചതുപോലെയല്ല. ദൈവത്തിന്റെ ചൂടടയാളം, ക്രിസ്തുവിന്റെ ചൂടടയാളം ധരിക്കുന്നവർ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവർ പുതിയ സൃഷ്ടിയായി തീരും. ഇനി നാലാമതായി ഒരു കാര്യം കൂടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ചൂടടയാളം ധരിക്കുന്നവർ, those who carry the mark of Christ will have mercy and peace. അവരുടെ ജീവിതത്തിൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകും. ക്രിസ്തുവിന്റെ ചൂടടയാളം ധരിക്കുന്നവർക്ക് സമാധാനമുണ്ടാവും, കരുണയുണ്ടാവും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന കാര്യമല്ല. വെറുതെ കിട്ടുന്ന കാര്യമല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ പ്രമാണം അനുസരിക്കുന്നവർക്ക്, എന്താണ് പ്രമാണം? ക്രിസ്തുവിന്റെ ചൂടടയാളം ശരീരത്തിൽ ധരിക്കുന്നവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാവും. ഇന്ന് നമ്മുടെ പലരുടെയും പ്രശ്നം സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടല്ല, സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല, ജീവിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും നമ്മൾ പറയും, എത്ര വലിയ വില കൊടുത്ത് വലിയ മെത്ത വാങ്ങിക്കാം, പക്ഷെ ഉറക്കം വാങ്ങിക്കാൻ പറ്റില്ല. ഉറക്കം വാങ്ങിക്കാൻ പറ്റില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിന്റെ ചൂടടയാളം ധരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കാനായി പറ്റും. എന്ന് കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാം വളരെ ക്ലിയറായിരിക്കുന്നത് കൊണ്ടല്ല സമാധാനമുള്ളത്. സമാധാനമുള്ളത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് മുൻപോട്ട് പോകാൻ ഒരു വഴിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലും നമ്മെ നയിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സമാധാനം എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവായി, എല്ലാം ശരിയായി തീരുന്ന ഒരു സമയത്തെക്കുറിച്ചല്ല. എല്ലാം നെഗറ്റീവായിരുന്നാലും, എല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ സമാധാനത്തോടെ അങ്ങനെ മുമ്പോട്ട് പോകും. അത് സാധ്യമായി തീരുന്നത് ക്രിസ്തുവിൻ്റെ അടയാളം ശരീരത്തിൽ ധരിക്കുന്നത് കൊണ്ടാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ പ്രമാണം അനുസരിക്കുന്നവർക്ക് സമാധാനത്തോടെ ജീവിക്കാനായി സാധിക്കും. അവസാനിപ്പിക്കുന്നതും എല്ലാവർക്കും ഈ സമാധാനം നൽകിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അവസാനിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ സന്ധ്യയെങ്കിൽ നാം ദൈവസന്നിധിയിൽ അടുത്തു വന്നപ്പോൾ നാം ചിന്തിക്കാനായി ആഗ്രഹിച്ചത്, എന്താണ് നമ്മുടെ അടയാളം? എന്താണ് നാം ഇന്ന് അണിയുന്നത്? എന്താണ് നമ്മുടെ ആവരണം? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. നാം ഇന്ന് അണിയുന്നത് എന്താണ്? നമ്മുടെ ആവരണം എന്താണ്? മാർക്ക് ഓർ മാസ്ക്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ഇന്ന് ആവരണമുള്ളവരാണോ അതോ അടയാളമുള്ളവരാണോ? അടയാളമുള്ളവരാണോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എങ്ങനെയാണ് നാം നമ്മെ അടയാളപ്പെടുത്തുന്നത്? എങ്ങനെയാണ് നാം നമ്മെ ക്രിസ്ത്യാനിയായി അടയാളപ്പെടുത്തുന്നത്? നമ്മൾ ഭാഗ്യമായി ചെയ്യുന്ന, കൊണ്ടു നടക്കുന്ന ഒന്നും കൊണ്ടാവണമെന്നില്ല. മറിച്ച് ക്രിസ്തുവിൻ്റെ ചൂടടയാളം ജീവിതത്തിൽ ധരിക്കുമ്പോൾ നാം ക്രിസ്തുവിനുള്ളവരായി, പുതിയ സൃഷ്ടിയായി ജീവിക്കാനായി സാധിക്കും. ഈ സന്ധ്യയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇവിടെ നാം ഈ ആരാധനയിൽ, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഇന്ന് ഇവിടുന്ന് പോകാവൂ. ഞാൻ ഇന്ന് അണിയുന്നത് എന്താണ്? മൂടുപടമോ അടയാളമോ? ഞാൻ ഇന്ന് അണിയുന്നത് എന്താണ്? ആവരണമോ ക്രിസ്തു എന്ന ചൂടടയാളമോ? എന്താണ് നാം അണിയുന്നത്?
ഈ ചോദ്യത്തിനൊന്ന് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കുമോ? എങ്കിൽ ഈ ദൈവവചന കേൾവി നമുക്ക് അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ നമ്മൾ പോകാവൂ. Am I carrying the mark of my Lord Jesus? ഞാൻ ക്രിസ്തുവിൻ്റെ അടയാളം ധരിക്കുന്നവനാണോ? എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുമോ? എന്നെ കേൾക്കുന്നവർ ക്രിസ്തുവിനെ കേൾക്കുമോ? എന്നോട് ഇടപെടുന്നവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുമോ? ഈ ചോദ്യമാണ് നമ്മോടെല്ലാവരോടുമുള്ളത്. തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോഴും നമുക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. Am I carrying a mask or the mark of Christ? ക്രിസ്തുവിൻ്റെ അടയാളം ധരിക്കുന്നവരാണോ നമ്മൾ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകാവൂ. നമ്മൾ പലരും ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ കളിക്കുന്നത് അമ്പും വില്ലും ഉപയോഗിച്ചാണ്. അപ്പോൾ അതിനുവഴി നടന്നു വന്ന പ്രായമുള്ള ഒരു മനുഷ്യൻ ആ ചെറുപ്പക്കാരനെ, ഈ പയ്യനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, മോനെ, നീ ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ, നിന്റെ അമ്പുകൾ കൃത്യമായി വൃത്തത്തിന് നടുവിൽ തന്നെ തറയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചെറിയ ബാലൻ ഈ പ്രായമുള്ള മനുഷ്യനോട് പറഞ്ഞു, അങ്കിൾ, ദിസ് ഈസ് വെരി സിമ്പിൾ, ഇത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ആദ്യം അമ്പയക്കും, എന്നിട്ട് അതിന് ചുറ്റും പോയി വൃത്തം വരയ്ക്കും എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം അമ്പയക്കും, അതിൻ്റെ ചുറ്റും ഞാൻ വൃത്തം വരയ്ക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം നിൽക്കുന്ന ഇടത്ത് വൃത്തം വരച്ച് സന്തോഷിക്കുകയാണ്. നാം പ്രശംസിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്നതിലാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, നാം നിൽക്കുന്ന ഇടത്ത് ക്രിസ്തുവിൻ്റെ ചൂടടയാളം ധരിക്കുന്നവരാണ്. Am I carrying the mark of Jesus? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.